السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله على حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീൻ 41 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. കഴിഞ്ഞ വചനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഹീദ് ബോധ്യപ്പെടാത്താവുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ ആയത്തിലും അല്ലാഹു മറ്റൊരു തെളിവ്, മറ്റൊരു ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയാണ് റബ്ബിൻ്റെ ഖുദ്റത്തും അവൻ്റെ വഹ്ദാനിയത്തുമൊക്കെ ബോധ്യപ്പെടുത്താൻ. ആയത്തുൽ ലഹും, അവർക്കൊരു ആയത്താകുന്നു, ദൃഷ്ടാന്തമാകുന്നു, അവർക്കൊരു ഗുണപാഠമാണ്, അവർക്കൊരു ദൃഷ്ടാന്തമാണ്, നിഅ്മത്താണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇവിടെ ആയത്ത് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇവിടുത്തെ ആയത്ത് 3 അർത്ഥത്തിൽ ഉപയോഗിക്കാനാണ്. ഒന്ന്, അവർക്കൊരു ഇബ്റത്ത്, ഗുണപാഠമാണ് എന്ന അർത്ഥത്തിൽ ആയത്ത് എന്ന പദം ഉപയോഗിക്കലുണ്ട്. അല്ലെങ്കിൽ നിഅ്മത്ത്, അവർക്കൊരു അനുഗ്രഹമാകുന്നു, ഇൻആം, റബ്ബ് ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം ആകുന്നു എന്നർത്ഥത്തിൽ ആയത്ത് എന്ന പദം ഉപയോഗിക്കലുണ്ട്. അതേപോലെ മൂന്നാമത് അർത്ഥം പറഞ്ഞത് ഇൻദാറുൽ ലഹും, അവർക്കൊരു താക്കീത്, ഒരു വാണിംഗ് ആകുന്നു എന്ന അർത്ഥത്തിലും ആയത്ത് എന്ന പദം ഉപയോഗിക്കാം. അപ്പോൾ അവർക്കൊരു ആയത്താണ്, പടച്ച റബ്ബിൻ്റെ ഖുദ്റത്തും അവൻ്റെ ഏകത്വവുമൊക്കെ ബോധ്യപ്പെടാവുന്ന ഒരു പാഠമാണ് ഈ പറയാൻ പോകുന്നത്. തിരിഞ്ഞു കളഞ്ഞാൽ, അവഗണിച്ചാൽ
അതിൽ വലിയ ഒരു താക്കീത് കൂടി ഉൾക്കൊള്ളുന്നുമുണ്ട്. അതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയ നിഅമത്തുമാണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം. അതെന്താ? അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. അന്നാ ഹമൽനാ, അന്നാ തീർച്ചയായും നാം, ഹമൽനാ നാം വഹിച്ചുവെന്നത്, ദുർരിയ്യതഹും അവരുടെ പരമ്പരകളെ, അല്ലെങ്കിൽ സന്താനങ്ങളെ, അല്ലെങ്കിൽ പൂർവ്വപിതാക്കളെ, ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ ചരക്കുകളാൽ നിറയ്ക്കപ്പെട്ട കപ്പലിൽ നാം അവരെ വഹിച്ചുവെന്നത് വലിയൊരു ആയത്താകുന്നു. ദുരിയത്ത് രണ്ടിനും പറയാം. അൽ ആബാ വൽ അജ്ദാദ് എന്ന് ദുരിയത്തിന് അർത്ഥം പറയാനുണ്ട്. പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ, അവർക്ക് ദുരിയത്ത് എന്ന് ഉപയോഗിക്കാം. സന്താന പരമ്പരകൾ, അതിലും ദുരിയത്ത് എന്ന് ഉപയോഗിക്കാം. തലമുറകൾ എന്ന അർത്ഥത്തിലൊക്കെ ആ പദം പ്രയോഗിക്കലുണ്ട്. അപ്പോൾ നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കപ്പലാണ് ഒന്നാമത്തെ കപ്പൽ. അവിടെ മുതൽ നമ്മുടെ ആബാഇനെ, അജ്ദാദിനെ, പിതാക്കളെയും പ്രപിതാക്കളെയും ഒക്കെ അല്ലാഹു തആല അന്ന് ഒരു കപ്പലിൽ വഹിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടായത്. അന്നത്തെ ആ പ്രളയത്തിൽ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും എല്ലാം നശിക്കുന്നു. ആ കപ്പലിൽ കയറിയവർ മാത്രമാണെന്ന് ബാക്കിയായത്. അതിൽ നിന്നാണ് നമ്മളെല്ലാവരും പിന്നെ ഉണ്ടായത്. അത് ദൃഷ്ടാന്തമാണ്. വായത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും, അവരെ പൂർവികന്മാരെ ഒരു കപ്പലിൽ നാം വഹിച്ചു വന്നത് അവർക്ക് ദൃഷ്ടാന്തമാകുന്നു. അന്നത് ഉണ്ടായിട്ടില്ല എങ്കിൽ, ആ കപ്പൽ ഉണ്ടാക്കിയിട്ടില്ല, ആ കപ്പൽ വഹിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് മനുഷ്യകുലം തന്നെ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, ഫുൽക്കെന്നാൽ കപ്പലാണ്. അൽ മശ്ഹൂൻ നിറയ്ക്കപ്പെട്ട സാധനങ്ങളാൽ, സാമാനങ്ങളാൽ നിറയ്ക്കപ്പെട്ടതിനാണ് മശ്ഹൂൻ എന്ന് പറയാം. ഷഹൻ എന്ന് പറയും ഈ ഇതിന്. പിന്നെ കാർഗോക്ക് ഷഹൻ എന്നറിയാം. സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്നതിനാണ് പറയുക. ആധുനിക ഭാഷയിൽ ചാർജിങ്, ഫോൺ ബാറ്ററിക്ക് ചാർജ് ചെയ്യുന്നതിന് ഷഹൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഷാഹിന എന്ന് പറഞ്ഞ ചാർജർ എന്നാണ് ഇപ്പം ഇതിന് അർത്ഥം വെക്കുന്നത്. അപ്പോൾ മശ്ഹൂൻ എന്നാൽ വസ്തുക്കളാൽ, സാമഗ്രികളാൽ നിറയ്ക്കപ്പെട്ട ഒരു കപ്പലിൽ നാം അവരെ വഹിച്ചു വന്നത് അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. മാത്രവുമല്ല, അന്ന് ആ കപ്പലിൽ മനുഷ്യന്മാർ മാത്രമല്ല കരുതി. നൂഹ് നബിയുടെ കപ്പലിൽ മനുഷ്യന്മാർ മാത്രമല്ല, മറ്റു ജീവജാലങ്ങളും എല്ലാത്തിൽ നിന്നും ഇണകളെ കയറ്റുവാൻ അല്ലാഹു തആല കൽപ്പിച്ചുവല്ലോ. അപ്പോൾ അവരെല്ലാം നിറക്കപ്പെട്ട ഒരു കപ്പലിൽ റബ്ബ് അവരെ കൊണ്ടുവന്നു എന്നത് അവർക്ക് ദൃഷ്ടാന്തമാണ്. ഇനി ആ കപ്പൽ മാത്രമല്ല, ശേഷമുള്ള എല്ലാ കപ്പലുകളും ഇതേപോലെ തന്നെ ദൃഷ്ടാന്തമാണ്. അന്നല്ല ഒന്നാമത്തെ കപ്പലിൽ മനുഷ്യന്മാരെ വഹിച്ചു. അതിനുശേഷവും ഇന്നും ലോകത്ത് മനുഷ്യന്മാരെ എല്ലാ സാധന സാമഗ്രികളും നിറച്ച വലിയ ഭാരങ്ങളെ ഈ വെള്ളത്തിലൂടെ അല്ലാഹു തആല കൊണ്ടുപോകുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഒരു ചെറിയ കല്ലിട്ടാൽ പോലും താഴ്ന്നു പോകുന്നതാണ് വെള്ളത്തിൻ്റെ സിസ്റ്റം. ആ വെള്ളത്തിലാണ് ധാരാളം ടൺ കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് വലിയ വലിയ കപ്പലുകളൊക്കെ അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്നല്ലാതെ, അല്ലാഹു തആലയുടെ പ്രത്യേകമായ കാരുണ്യമെന്നല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ആയത്തുല്ലഹും, അവർക്കൊരു ആയത്താണ്, ഒരു പാഠമാണ്. അന്നാ ഹമൽനാ ദുർരിയ്യതഹും, അവരെ പരമ്പരകളെ, പിതാക്കളെ, അടി സന്തതികളെ നാം വഹിച്ചു വന്നത് ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, നിറയ്ക്കപ്പെട്ട സാധനങ്ങളാൽ നിറയ്ക്കപ്പെട്ട കപ്പലുകളിൽ നാം അവരെ വഹിച്ചു വന്നത് അവർക്കൊരു ദൃഷ്ടാന്തമാണ്. വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, വഖലഖ്നാ ലഹും അവർക്ക് നാം സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്തു, മിൻ മിസ്ലിഹി അതുപോലെയുള്ളത്, മാ യർകബൂൻ അവർക്ക് വാഹനം കയറാവുന്ന സമാനമായവയും നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. കപ്പൽ മാത്രമല്ല, അതിൽ ഒന്നാമത്തെ ഉദ്ദേശം അതാണ്. തഫ്സീർ ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞത് നൂഹ് നബിയുടെ കപ്പലാണെന്നാണ്. അതാണ് ഇപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞ കപ്പൽ. മറ്റുള്ളവയാണ് ഇനി ഈ ആയത്ത് പറഞ്ഞത്. അതുമാത്രമല്ല, മിസ്ലിഹി അതുപോലെയുള്ളതും മാ യർകബൂൻ അവർക്ക് വാഹനമായി കയറാവുന്ന സമാനമായവയും അവർക്ക് നാം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ മറ്റുള്ള കപ്പലുകൾ, ആദ്യം പറഞ്ഞ നൂഹ് നബിയുടെ കപ്പൽ, പിന്നീട് ഈ ആയത്ത് പറഞ്ഞത് മറ്റുള്ള കപ്പലുകൾ. അവിടെ പല രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും.
ഒന്നുകിൽ ഈ മൊത്തം കപ്പൽ ഒന്നാമത്തെ ആയത്തിൽ പെട്ടു. 2 മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന മറ്റു വാഹനങ്ങൾ, കപ്പൽ പോലെ തന്നെ ആളുകൾ കരയിലും കടലിലുമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെല്ലാം വാഹനമുണ്ടോ മിമ്മിത്ലിഹി മാ യർക്കബൂൻ, അവർ വാഹനമായി കയറുന്ന ഏതും എല്ലാം അതും അള്ളാഹുവിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു. അതിൽ സഫീനത്തുൽ ബർ, കരയിലെ ഒട്ടകം, കരയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഒട്ടകം, അതിൽപ്പെട്ടു. കുതിരകൾ അതിൽപ്പെട്ടു. മറ്റുള്ള യാത്രാ സാമഗ്രികൾ, ഇനി ഏതെല്ലാം കാലത്ത് മനുഷ്യർ ഏതെല്ലാം യാത്രാ സമയം ഉപയോഗിക്കുന്നുവോ ഇതൊക്കെ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ്. റോട്ടിൽ കൂടി പോകുകയാലും ആകാശത്തൂടെ പോവുകയാണെങ്കിലും വെള്ളത്തൂടെ പോവുകയാണെങ്കിലും ഇതെല്ലാം യഥാർത്ഥ വലിയൊരു ദൃഷ്ടാന്തമാകുന്നു. ഒരു വലിയ വാഹനം നമ്മളൊരു മനുഷ്യർ അതിങ്ങനെ കൊണ്ടെടുക്കുകയാണല്ലോ. നമ്മൾ വിചാരിച്ച ബൈക്ക് അത് കൊണ്ടെടുക്കാൻ പോകുന്നു. നമുക്ക് ഡ്രൈവിങ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും അറിയില്ലല്ലോ. ഡ്രൈവിങ് മാത്രമേ ഉള്ളൂ. ആ ചവിട്ടിപ്പോൾ നിന്നില്ലെങ്കിൽ അത് കഴിഞ്ഞു, അതിൻ്റെ വഴിക്ക് പോകും. ഞാൻ ചവിട്ടി പക്ഷേ കിട്ടില്ല എന്നറിയും. അത്രയുള്ളൂ, വേറൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഡ്രൈവിങ് പഠിച്ചു എന്നല്ലാതെ അതിലപ്പുറത്തൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു കരിഞ്ഞ മണം വന്നാൽ പിന്നെ വണ്ടി സൈഡൊക്കെ അല്ലാതെ വളർന്നു കൊടുത്തൊന്നുമില്ല. ഒരു സ്ക്രൂ ലൂസായാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം മനുഷ്യന് ദുർബലനാണ്. ആ ദുർബലനായ മനുഷ്യനാണ് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒട്ടകത്തെയും കുതിരയെയും ആനയെയും വരെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു. വ്യത്യസ്തമായ വാഹനങ്ങളെ ഉപയോഗിക്കുന്നു. കരയിലും കടലിലും വായുവിലും മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി, അതുപോലെയുള്ളത് നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നു. മാ യർക്കബൂൻ, അവർക്ക് വാഹനമായി ഉപയോഗിക്കാവുന്നത് നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നു. കണ്ടോ, നാം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നുഗ്രിഖുഹും, നാം അവരെ മുക്കിക്കളയുക തന്നെ ചെയ്യും. അഗ്റഖ യുഗ്രിഖു, ഗറഖ എന്ന് പറഞ്ഞാൽ മുങ്ങി, അഗ്റഖ മുക്കി, വെള്ളത്തിൽ മുക്കുന്നതിനാണ് ഈ വാക്ക് ഉപയോഗിക്കുക. മുക്കൽ വലുതുണ്ട്, ആ മുക്കലല്ല, അതുപോലെ മുക്കിയറിയില്ലേ, അതല്ല, വെള്ളത്തിൽ മുക്കുക, അതിനാണ് അഗ്റഖ. യുഗ്രിഖു നുഗ്രിഖുഹും, നാം അവരെ മുക്കിക്കളയും, മുക്കി നശിപ്പിക്കും. വഇന്നശൈ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നുഗ്രിഖുഹും, നാം അവരെ മുക്കിക്കളയുന്നതാണ്, അഥവാ അവരെ നശിപ്പിക്കുന്നതാണ് എന്നർത്ഥം. ഈ വാഹനം തന്നെ മതി നമ്മുടെ നാശത്തിനും ഹേതുവായി മാറാൻ. അതുകൊണ്ടാണ് ഏത് വണ്ടിയാണെങ്കിലും കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനയാണത്. സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ, ഇത് നമുക്ക് അധീനപ്പെടുത്തി തന്ന അല്ലാഹു തആല അവിടെ എത്ര പരിശുദ്ധനാണ്. ഇത് റബ്ബ് കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവയൊന്നും നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നു, ആനപ്പുറത്ത് പോകുന്നു, കഴുതപ്പുറത്ത് പോകുന്നു, കുതിരപ്പുറത്ത് പോകുന്നു. ഇതൊക്കെ പടച്ച റബ്ബ് അതിനെ നമുക്ക് വിധേയമാക്കി തന്നുകൊണ്ടാണല്ലോ നമുക്കതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അതിൽ ചവിട്ടുണ്ടാൽ മതി മനുഷ്യൻ്റെ കാര്യം തീരാൻ. ഈ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളും അതും തന്നെ പടച്ച റബ്ബിൻ്റെ തസ്ഖീർ, അവൻ്റെ കീഴ്പ്പെടുത്തി കൊണ്ട് തന്നെയാണ് നമുക്കതിനെയും വിധേയമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ, അടുത്ത വാക്കുന്ന വമാ കുന്നാ ലഹു മുഖ്രിനീൻ, നമുക്കൊരിക്കലും അതിനെ വിധേയപ്പെടുത്താൻ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നവരല്ല. നമുക്ക് തോന്നുകയാണ്, നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നില്ല, ഒന്നും കഴിയില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നമ്മൾ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. അപ്പോൾ ഈ യാത്ര ഒരുപക്ഷെ അവസാനത്തെ യാത്രയാവാം. ഒരു ഇവിടുന്ന് കയ്യാട്ടി അങ്ങാടി പോയി ഇറങ്ങുകയാണെങ്കിലും, ഇവിടുത്തെ ഓട്ടോറിക്ഷ കയ്യാട്ടിയിട്ട് 5 ഉറുപ്പ്യം കൊടുത്ത് അങ്ങാടി പോയി ഇറങ്ങുകയാണ്. എന്താപ്പം ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാൻ അല്ല, അവിടെയും പ്രാർത്ഥിക്കാനുണ്ട്, അവിടെയും പ്രാർത്ഥിക്കാനുണ്ട്. ഒരു വണ്ടി കയറി ഇവിടുന്ന് കയറി അവിടെ എത്തൂലേ, എത്തിക്കോളെന്ന് ഉറപ്പൊന്നുമില്ല. അവിടെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല. സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ, ഇത് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു തആല അവൻ എത്ര പരിശുദ്ധനാണ്. യാത്രയിലെ പ്രാർത്ഥനയൊക്കെ ഈ യാഥാർത്ഥ്യ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിൻ അമലി മാ തർളാ, അതേപോലെ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുർദാ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബ്, ഒക്കെ വല്ലാത്ത ആശയമുള്ള പ്രാർത്ഥനയാണ്. യാത്രയിലെ പിന്നെ ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ, പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിലൊക്കെ റബ്ബ് എന്നോട് കാവൽ തേടുന്നു. ബിർറും തഖ്വയും എന്നോട് ഞാനിതാ ചോദിക്കുന്നു. ഒക്കെ പഠിച്ചോൻ തന്നെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു യാത്ര മതി,
അവസാനത്തെ യാത്ര. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്? രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്താണ് പോയതാണ്, ആ യാത്ര അവസാനത്തെ യാത്രയായി പോയ ആളുകൾ. അത് വാഹനം ഓടിച്ചോളുന്നില്ല, കാത്തിക്കുമ്പോൾ വേറെ വാഹനം വന്നിടിച്ചാലും അത് കഴിഞ്ഞല്ലോ. അപ്പം ഇത് അല്ലാഹു തആല മനുഷ്യന്മാർക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത ചില സംവിധാനങ്ങൾ, അതിൽ വല്ലാത്ത ദൃഷ്ടാന്തമുണ്ട് അവർക്ക് എന്നാണ്. ആയത്തുൽ ലഹും, അവർക്കത് ദൃഷ്ടാന്തമാണ്. അപ്പം അള്ളാഹിൻ്റെ ഖുദ്റത്ത് ബോധ്യപ്പെടാൻ, മനുഷ്യൻ്റെ ദൗർബല്യം ബോധ്യപ്പെടാൻ, റബ്ബിൻ്റെ തൗഹീദ് ഏകത്വം ബോധ്യപ്പെടാൻ ഒക്കെ ഇതും ഒരു ദൃഷ്ടാന്തമായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് വഇൻ നശൈ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നുഗ്രിഖുഹും, നാം അവരെ മുക്കിക്കളയുന്നതാണ്. ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. ഫലാ സ്വരീഖ ലഹും, പിന്നെ അവരെ സഹായിക്കാവുന്ന ആരും തന്നെ ഇല്ല. സ്വരീഖ് എന്ന് പറഞ്ഞാൽ ബിമഅന മുസ്ലിഖ് എന്നാണ്, അഥവാ സഹായിക്കുന്നവൻ, മുഗീസ് എന്ന അർത്ഥമാണ് സ്വരീഖ് എന്ന പദം. നേരെ സ്വറഖ എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാൻ ആർത്ത് വിളിക്കുക, അതിനാണ് ശരിക്കും വാക്ക് ഉപയോഗിക്കുക. ആ വിളി കേട്ട് ഓടി വന്ന് സഹായിക്കുന്നവൻ, അതാണ് ശരിക്ക് സ്വരീഖ്, മുഗീസ് എന്ന അർത്ഥത്തിൽ. ഫലാ സ്വരീഖ ലഹും, അവർക്ക് സഹായിയായി ആരും തന്നെ ഇല്ല. അല്ലാഹു തആല അവനെ മുക്കി നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. നമ്മൾ കണ്ടല്ലോ ശിരൂർ ദുരന്തമൊക്കെ. ഈ രാജ്യത്തെ എല്ലാ സംവിധാനം ഉപയോഗിച്ച് കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് എല്ലാ സിസ്റ്റം വെച്ച് ഒന്നാകെ തപ്പിയിട്ടും ഇന്ന് വരെ ഒന്നും കിട്ടിയില്ല. അപ്പം പടച്ച റബ്ബ് നമ്മളെ കൊണ്ടൊക്കെ ഒരു യാത്രയിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവിടെ നടക്കും. ഫലാ സ്വരീഖ ലഹും, അവിടെ അവരെ രക്ഷപ്പെടുത്താവുന്ന, സഹായിക്കാവുന്ന ഒരാളും തന്നെ ഇല്ല. വലാഹും യുൻഖദൂൻ, വലാഹും അവരല്ല, യുൻഖദൂൻ ആ മുങ്ങി നശിക്കലിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്നവരും അല്ല. ഒരു സഹായിക്കാൻ ആരുമില്ല, ഒരു രക്ഷപ്പെടുകയും ഇല്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കാൻ, ഒരു അപകടത്തിൽപ്പെടുത്താൻ റബ്ബിന് തീരുമാനമുണ്ടെങ്കിൽ അവരെ സഹായിക്കാനും ആർക്കും കഴിയില്ല, അവരെ രക്ഷപ്പെടുത്താനും ഒരാൾക്കും തന്നെ സാധ്യവുമല്ല. ഇല്ലാ റഹ്മത്തൻ മിന്ന വ മതാഅൻ ഇലാ ഹീൻ. ഇതൊക്കെ ഇല്ലാ റഹ്മത്തൻ മിന്ന, അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തല്ലാതെയല്ല, പഠിച്ചോരൊരു കാരുണ്യം, അതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ എത്ര കാലമായി ഡ്രൈവ് ചെയ്യുന്നു, എത്ര കാലമായി യാത്ര ചെയ്യുന്നു, എല്ലാം വാഹനത്തിൽ നമ്മളൊക്കെ സഞ്ചരിച്ചു. എന്തേ എന്നിട്ട് ഈ പറഞ്ഞ മുങ്ങി നശിക്കുന്നു ഇല്ലാതെ പോയി? ഇല്ലാ റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള റഹ്മത്തല്ലാതെ മറ്റൊന്നുമല്ല. വമതാഅൻ, അവർക്കൊരു ആനന്ദമായി, സുഖമായി, ആശ്വാസമായി നാം നൽകിയതും ഇലാഹീൻ, ഒരു നിശ്ചിതമായ സമയം വരെ. ഇലാഹീൻ നിശ്ചയിക്കപ്പെട്ട സമയം വരെ, അഥവാ ഇലാ അജലിൻ, അവർക്കല്ല നിശ്ചയിച്ച അവധിയുണ്ട്, അതുവരെ ഈ റഹ്മത്ത് കിട്ടും. അത് കഴിഞ്ഞാലോ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു നിശ്ചിതമായ സമയം വരെ റബ്ബ് കൊടുക്കുന്നൊരു ആസ്വാദനം, റബ്ബ് നൽകുന്ന ഒരു റഹ്മത്ത്, കാരുണ്യം എന്നല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇത് അവൻ നിത്യജീവിതത്തിൽ കണ്ടനുഭവിക്കുന്ന ഒരു അനുഭവമാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ അല്ലാഹു തആല വലിയ ദൃഷ്ടാന്തം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങുക, ആ റബ്ബിനെ മാത്രം ആരാധിക്കുക, അവൻ്റെ ഏകത്വം സ്വീകരിക്കുക. അതിനുള്ള ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു തആല ഇതെല്ലാം നിശ്ചയിക്കുന്നത്. ആണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ഓരോ സ്ഥലത്തും ആയത്തുൽ ലഹും എന്ന് പറഞ്ഞ അവിടെയൊക്കെ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞു കാണാം, റബ്ബിൻ്റെ തൗഹീദ് ബോധ്യപ്പെടാൻ, അവൻ്റെ ഏകത്വം ബോധ്യപ്പെടാനുള്ള ദൃഷ്ടാന്തമാണ് ഇത് എന്ന അർത്ഥത്തിലാണ് ആയത്തുൽ ലഹും ഐ നബ്ബഹുമുല്ലാഹു തആല ബിഹാദ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇത് അവരെ ഉണർത്തുകയാണ്. എന്ത്? വദക്കറഹും തൗഹീദഹു വകമാല ഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവൻ്റെ ഖുദ്റത്തിൻ്റെ പരിപൂർണതയെയും അല്ലാഹു തആല മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ദൃഷ്ടാന്തം. അതാണ് ആയത്തുൽ ലഹും എന്ന് പറയുന്നത്. ഇന്ന് പൗർണ്ണൊക്കെ മറന്നിട്ടതെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ ചില മനുഷ്യന്മാരാണെന്ന് പറയുന്നത്. ഈ കപ്പലും ഈ കരയും കടലും അടക്കം ഇതിലൊക്കെ കൺട്രോള് അതൊക്കെ കോഴിക്കോട് നിന്നാണ്, മടവൂരിൽ നിന്നാണ് എന്നിടത്താണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത്. പന്ന് പഠിച്ചോലാന്ന് പതിയായിട്ട് ഇപ്പം അടുത്ത പാട്ട് വീണ്ടുടക്കി മിഞ്ഞാന്ന്, കഴിഞ്ഞ ആഴ്ച പന്ന് പഠിച്ചോലാണല്ലോ, മിഞ്ഞാന്ന് അതൊന്നും കൂടെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് CMN പഠിച്ചോനെ, CMN നബിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇറക്കിയത്. അല്ല മാത്രമല്ല റസൂലും CMN. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തപ്പോൾ
മൂപ്പര് പറഞ്ഞുതരോ എൻ്റെ പേരാണ് ആ പറയണത്. പള്ളിക്കൽ അഷ്ഹദുല്ലാഹി പറഞ്ഞപ്പോൾ അതിൻ്റെ പേരാണ്. അഷ്ഹദു മുഹമ്മദ് സ്വല്ലല്ലാഹു അതിൻ്റെ പേര് തന്നെയാണ്. വിരാന്തല്ലേ കല്ലല്ലോ. അപ്പോൾ അതെ, അപ്പോൾ അത് അവിടെ ഒന്നും കൂടി ഉറപ്പിച്ചാണ് പാട്ടാടിന്. അത് തീർത്താണ് പറയാണ്, ആലമിൻ്റെ മുദബ്ബിർ മടവൂരാണടാ. ഒരു സംശയവും വേണ്ട, അതങ്ങനെ തന്നെയാണ്. അയാളാണ് ഇറക്കിയത്. എൻ്റെ ബാക്കി ഒന്നും കൂടി ഉസാറാക്കിയിട്ട് മുമ്പിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പഠിച്ചോ പഠിതൊക്കെ അള്ളാൻ്റെ ഏകത്വത്തിന് തെളിവാണെന്നാണ്. അതൊന്നുമല്ല, ഇതൊക്കെ അവിടുന്നൊക്കെ വിട്ടേക്കണേ. മാത്രമല്ല ആലമിൻ്റെ മുദബ്ബിറാന്ന് മൂപ്പര അന്ന് പറഞ്ഞിരുന്നു, ഇന്ന് അതിലും മേലെയാണ് ഈ പാട്ടിലുള്ളത്. അത് ശൈഖുന അന്ന് പറഞ്ഞു ഞാൻ ആലമിൻ്റെ മുദബ്ബിറാണ്, ഇന്നതൊന്നുമല്ല, ഇന്ന് അതിനൊക്കെ എത്ര അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പം പറയുന്നത്. അതെ, വല്ലാഹു അഅലം. ഇപ്പം മൊത്തം അർത്ഥം ആയത്തുല്ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു, അന്ന ഹമല്ലാ ദുർരിയ്യതഹും, അവരുടെ സന്താനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പൂർവ്വ തലമുറകളെ നാം വഹിച്ചു വന്നത് ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ, നിറക്കപ്പെട്ട വസ്തുക്കളാൽ നിറക്കപ്പെട്ട കപ്പലിൽ നാം അവരെ വഹിച്ചു വന്നത് ദൃഷ്ടാന്തമാണ്. അല്ല, അതിൽ ആ പിതാക്കന്മാരെ കയറ്റിയതുകൊണ്ടാണ് ഈ മക്കൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഹമല്ലാ ദുർരിയ്യതഹും എന്ന് പറഞ്ഞിട്ടും ആയത്തുൽ ലഹും എന്ന് പറഞ്ഞത്. ഇവർക്ക് ദൃഷ്ടാന്തമാണെന്ത്? ഓരോ പൂർവികന്മാരെ കയറ്റി എന്നുള്ളത്. അങ്ങനെ ബാധ വരിക. അതാണ് അൽ ആബാ ഉൽ അജ്ദാദ് എന്നർത്ഥം കൊടുത്തത്. പിതാക്കന്മാരും പ്രപിതാക്കന്മാരും അവരെ കയറ്റിയത് നമുക്കും ദൃഷ്ടാന്താണ്. കാരണം നൂഹിന്റെ കാലത്തോട് കഴിയുന്നതുകൊണ്ടാണ് നമ്മളിന്നുണ്ടായത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനുഷ്യവാസമുള്ളിടത്തൊക്കെ എത്തിയെന്ന് ഉറപ്പാണ്. ഭൂമി മൊത്തം വെള്ളം കയറിയോ അതല്ല, മനുഷ്യവാസം അന്ന് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഏതായാലും വെള്ളം എത്തിയിട്ടുണ്ട്. മതി. പക്ഷേ ഇത് കയറ്റാണ് ചെയ്തത്. അല്ലാഹുത്തആല ഇതിൽ കയറ്റാൻ പറഞ്ഞു. എല്ലാ തരം ജീവികളിൽ നിന്നും ഇണകളെ കയറ്റുവാനാണ് അല്ലാഹുത്തആല ആവശ്യപ്പെട്ടത്. അപ്പം പിന്നെ ജീവികളുള്ള പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട് എന്നും ആ കപ്പലിൽ കയറിയ ജീവികളിൽ നിന്നാണ് പിന്നീട് അതെല്ലാം ഉണ്ടായത് എന്നുമാണ് ഖുർആൻ്റെ ആ പ്രയോഗത്തിൽ തന്നെ മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം. അതല്ല എന്നൊക്കെ ഇപ്പോൾ പറയണു അവസാനം. ജൂതി പർവ്വതത്തിൽ അത് നങ്കൂരം ഇട്ടു എന്ന് പറയുന്നുണ്ട്. മുസ്തഫ ജൂതി എന്ന് ഖുർആനിലുണ്ട്. അത് അല്ലാഹു അഅലം. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്നു. അതല്ലാന്നും പിന്നെ ഇപ്പോൾ ചില ആൾ പറയുന്നുണ്ട്. വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, സമാനമായ അവർക്ക് വാഹനമായി ഉപയോഗിക്കാവുന്നതിനെയും നാം അവർക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. വഇന്ന ശൈ നുഗ്രിഖുഹും, നാം ഉദ്ദേശിക്കുന്ന പക്ഷം നാം അവരെ മുക്കി നശിപ്പിക്കുന്നതാണ്. ഫലാ സ്വരീഖ ലഹും, അവരെ സഹായിക്കുന്ന ഒരാളും തന്നെ ഇല്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുത്തപ്പെടുന്നവരും അല്ല. ഇല്ലാ റഹ്മത്തൻ മിന്നാ വമതാഅൻ ഇലാഹീൻ, നമ്മുടെ കാരുണ്യമായിക്കൊണ്ടും നിശ്ചലമായ ഒരു അവധി വരെ നാം നൽകുന്ന ഒരു ആസ്വാദനമായിക്കൊണ്ടുമല്ലാതെ അല്ല ഇതൊന്നും. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ. وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. സുബ്ഹാനക്കല്ലാഹു